ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ മലയാളമാണ്. കേരള പാഠാവലി. ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന്, സെക്കൻഡ് ടേമിനൽ എക്സാമിന് ചോദിക്കാവുന്ന തരത്തിലുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നോക്കാൻ പോകുന്നത്. ഇത് 2022-23 നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ ടെക്സ്റ്റ് ബുക്കിനനുസരിച്ച് ചോദ്യങ്ങളിൽ മാറ്റം വരുത്തിയിട്ട് ഞാൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും പറയുന്നുണ്ട്. അതിനു മുമ്പ് ആദ്യം നമുക്ക് എന്ത് നോക്കാം, ഈ വർഷം ഈ 2022-23 ഏതൊക്കെ തരം ചോദ്യങ്ങളാണ് വന്നതെന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് പുതിയ ടെക്സ്റ്റ് ബുക്കിനെ ആസ്പദമാക്കിയുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നോക്കാം. ഓക്കെ, 2 മണിക്കൂറാണ് എക്സാമിന് വരുന്നത്. എന്താണ്, 15 മിനിറ്റ് സമാശ്വാസ സമയമുണ്ട്. അതുപോലെ തന്നെ ആകെ 6 പ്രവർത്തനങ്ങളാണുള്ളത്. ആദ്യത്തെ പ്രവർത്തനം എഴുതേണ്ടത് നിർബന്ധമാണ്, എന്തായാലും നിങ്ങൾ ചെയ്യണം. ബാക്കിയുള്ള 5 പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും 4 പ്രവർത്തനങ്ങൾ എഴുതിയാൽ മതി. വായിച്ചു നോക്കിയിട്ട് ഉത്തരം എഴുതാനായിരിക്കും. അപ്പോൾ മലയാളത്തിൽ മിക്കവാറും കവിതകളാണ് കൊടുക്കാറ്. ആ കവിത വായിച്ചിട്ട് അതിനെ ആസ്പദമാക്കിയിട്ട് കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും, അതിൻ്റെ ഉത്തരം എഴുതണം. അപ്പോൾ വായിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, വായിക്കുമ്പോൾ എന്താണ് നല്ലോണം ശ്രദ്ധിച്ച് വായിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസും എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ ഓപ്ഷനിൽ നിന്ന് ഉത്തരം എഴുതാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ആദ്യത്തെ പ്രവർത്തനം വരുന്നത്. രണ്ടാമത്തെ പ്രവർത്തനം എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, താരതമ്യക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. താരതമ്യക്കുറിപ്പ് എന്താണെന്ന് അറിയാലോ നിങ്ങൾക്ക്. ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അരിയുണ്ട തിന്നുന്ന കുട്ടിയാനാന്ന് പറഞ്ഞിട്ട് കുറച്ച് വരികൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് വായിക്കാനും പറയുന്നുണ്ട്. ഇതുപോലെ തന്നെ ഇങ്ങനെ ഉള്ള വരികൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള പാഠത്തിൽ വരികൾ തരും. അപ്പോൾ അത് രണ്ടും കൂടി താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാൻ പറയുന്നുണ്ട്. ഇപ്പോൾ എന്താണ്, ചിലപ്പോൾ മഴക്കാഴ്ചകളെ പറ്റിയിട്ടാവും അല്ലേ, അല്ലെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് ഇടുക്കിയുടെ താജ്മഹലൊക്കെ പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്, വേറൊരു ഭംഗിയുള്ളൊരു സ്ഥലത്തിനെ കുറിച്ച് ഇതുപോലെ എന്ത് തന്നിട്ടുണ്ടാവും, കുറച്ച് വരികൾ തന്നിട്ടുണ്ടാവും. അതും ഇടുക്കിയുടെ താജ്മഹലിനെ കുറിച്ച് വരികളും തന്നിട്ടുണ്ടാവും. രണ്ടും താരതമ്യം ചെയ്തിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ആ ഒരു ദൃശ്യഭംഗി നിങ്ങളോട് വിവരിക്കാനും കുറിപ്പാക്കാനും പറയാം. അപ്പോൾ നിങ്ങൾ അത് എഴുതേണ്ടി വരും. മൂന്നാമത്തെ ചോദ്യം എന്താണ്, പത്രവാർത്ത തയ്യാറാക്കുക അല്ലേ, പത്രവാർത്ത തയ്യാറാക്കുക. നാലാമത്തെ ചോദ്യം വന്നിരിക്കുന്നത് എന്താണ് ചോദ്യം എന്ന് നോക്കണ്ട, കാരണം ഇത് പഴയ ക്വസ്റ്റ്യൻ പേപ്പറാണ് അല്ലേ. നിങ്ങൾക്ക് ഈ വർഷം തൊട്ട് പുസ്തകം മാറിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്താണ് പ്രവർത്തനങ്ങൾ എന്ന് മാത്രം നോക്കി പോവാം, ക്വസ്റ്റ്യൻസ് നോക്കുന്നില്ല കേട്ടോ. ഇനി പ്രവർത്തനം 4 എന്താണ്, കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. ഇത് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ വരാറുണ്ട്. പിന്നെന്താണ്, 5ാമത്തേത് വായനാക്കുറിപ്പ് തയ്യാറാക്കുക. ഏതെങ്കിലും ഒരു കഥയിലൊരു ഭാഗം കൊടുത്തിട്ടുണ്ടാവും, എന്താണ്, ഉയരങ്ങളിലേക്കൊരു യാത്ര, അതിൽ കുറച്ച് ഭാഗങ്ങൾ കൊടുത്തിട്ട് അതിനെക്കുറിച്ചൊരു വായനാക്കുറിപ്പ് തയ്യാറാക്കാൻ നിങ്ങൾക്ക് ചിലപ്പോൾ വരാറുണ്ട്. അതുപോലെ എന്താണ്, 6ാമത്തെ എന്താണ് പ്രവർത്തനം, കാർട്ടൂൺ വിശകലനമാണ് കേട്ടോ. തൊട്ടൊന്നുകൂടി നോക്കാം. ഇനി നമുക്ക് ഉത്തരങ്ങൾ നോക്കാം. എന്താണ് പ്രവർത്തനം 1, വായിക്കാം എഴുതാം. കണ്ടുവോ നിങ്ങൾ മലയാള നാടിന് നിറമേകും മിഴിവേകും മലനിരകൾ, കുളിരേകും നനവേകും പാൽപ്പുഴകൾ, തണലേകും രുചിയേറും മാമരങ്ങൾ. കണ്ടുവോ നിങ്ങൾ മലയാള നാടിനു മണമേകും മധുവേകും പൂവാടികൾ, ശ്രുതിമീട്ടും ലയമേകും കിളിമൊഴികൾ, ഉയിരേകും പ്രിയമേകും മലയാണ്മകൾ. അപ്പോൾ ഇത് മലയാണ്മ കേരള തനിമയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. രാധാകൃഷ്ണൻ എടച്ചേരി എഴുതിയതാണ്. എന്താണ് ഇതിൻ്റെ പേര്, കണ്ടുവോ അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. അപ്പോൾ മലയാള നാടിനെ പറ്റിയിട്ടാണ്, നമ്മുടെ മലനിരകളെയും പുഴകളെയും മാമരങ്ങളെയും പൂവാടികളെയും ഒക്കെ പറ്റിയിട്ടാണ് ഈ ഒരു കവിത. താഴെ എന്താ ചോദ്യം നോക്കാം. മലയാള നാടിന് നിറവും മിഴിവും ഏകുന്നത് എന്താണ്. അപ്പോൾ എന്താ നിങ്ങൾ നോക്കേണ്ടത്, നിറവും മിഴിവും എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം നിറം മിഴിവ് എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്, ഇതാ. അപ്പം നിറവും മിഴിവും ഏകുന്നത് ഏതാണ്, മലനിരകളാണ് അല്ലേ, മലനിരകൾ. അപ്പോൾ അവിടെ നമുക്ക് ആൻസർ നോക്കാം. ഏതാ കൊടുത്തിട്ടുള്ളത്, കണ്ടോ, മലനിരകളാണ്. ഇനി 2ാമത്തെ ചോദ്യം എന്താണ്, പൂവാടികളുടെ ഗുണങ്ങളായി കവിതയിൽ പറഞ്ഞിട്ടുള്ളത് എന്തെല്ലാം നോക്കാം നമുക്ക്. പൂവാടി എന്ന് പറഞ്ഞാൽ എന്താണ്, പൂന്തോട്ടം അല്ലേ. പൂവാടികൾ എവിടെയാണ്, ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ, പൂവാടികൾ. അപ്പോൾ എന്താണ്, മണമേകും മധുവേകും പൂവാടികൾ. അപ്പോൾ എന്താണ്, മണവും ഉണ്ട് മധുവും ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, ഉത്തരം നോക്കാം. എവിടെയാണ്, ഇതാ മണവും മധുവും നൽകുന്നതാണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം 3ാമത്തേത്, മലയാള നാടിൻ്റെ ഉയിരായി കവി പറയുന്നത് എന്താണ്. എന്താണ് മലയാള നാടിൻ്റെ ഉയിര്, ഏറ്റവും അവസാനം കൊടുത്തിട്ടുണ്ട്.
യമേകും മലയാൺമകൾ. ആരാണ്? മലയാൺമകളാണ്. എന്താണ് അപ്പോൾ ഉത്തരം വരുന്നത്? മലയാൺമകൾ. കണ്ടോ? അപ്പോൾ ഏതാണ് ഉത്തരം മാർക്ക് ചെയ്യേണ്ടത്? മലയാൺമ. ഇനി നാലാമത്തെ ചോദ്യം, എന്തു കണ്ടുവോ എന്നാണ് കവിതയിലൂടെ കവി ചോദിക്കുന്നത്? മലയാള നാടിൻ്റെ സൗന്ദര്യവും തനിമയും, മലയാള നാടിൻ്റെ അതിർത്തികൾ, മലയാള നാടിൻ്റെ ജനങ്ങൾ. നമുക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലാവാം? മാമലകൾ കണ്ടുവോ, മലനിരകൾ കണ്ടുവോ, അല്ലേ, പൂവാടികൾ കണ്ടുവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അതെന്താണ്? നമ്മുടെ മലയാള നാടിൻ്റെ സൗന്ദര്യവും തനിമയുമാണ്. ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താണ്? മലയാള നാടിന് തണലും രുചിയും സമ്മാനിക്കുന്നത് എന്ത്? തണലും രുചിയും എവിടെയാന്ന് നോക്കുക കേട്ടോ. തണലും രുചിയും, ആ ഒരു വേർഡ് എവിടെയാണ്? അത് എവിടെയാണ്? തണലേകും രുചിയേറും. അല്ല, തരുന്നത് ആരാണ്? നമ്മുടെ മാമരങ്ങളാണ്, അല്ലേ. അപ്പം എന്താണ്? തണലേകും രുചിയേറും മാമരങ്ങൾ. അപ്പോൾ ഏതാണ് എഴുതേണ്ടത്? മാമരങ്ങൾ. അതാണ് ഉത്തരം വരുന്നത് കേട്ടോ. നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ആക്ടിവിറ്റി വരുന്നത് വർണ്ണന. അണക്കെട്ട് കാലങ്ങളായി തടഞ്ഞു നിർത്തിയിരിക്കുന്ന വെള്ളത്തിൻ്റെ തണുപ്പ് ഭിത്തിയെ ഭേദിച്ച് അവരെ തേടിയെത്തി. അമ്മയെപ്പോലെ കാതുകളിൽ പ്രപഞ്ചത്തിൻ്റെ ഇരമ്പം അവരറിഞ്ഞു. അവർക്ക് ആദ്യം തോന്നിയിരുന്ന ഭയം ശരിക്കും മാറിപ്പോയി. അണക്കെട്ടമ്മേ, അഖിലാണ് ആദ്യം അങ്ങനെ വിളിച്ചത്. ഇവിടെ പ്രകൃതിയെ അമ്മയെപ്പോലെയാണ് കരുതിയിട്ടുള്ളത്. അമ്മുവും അഖിലും പ്രകൃതിയെ ആദ്യമായി അറിഞ്ഞ രംഗമാണിത്. പാറയിൽ നിന്നും ഒഴുകുന്ന വെള്ളം അവരെ സ്പർശിച്ചപ്പോൾ ആ വെള്ളത്തിൻ്റെ തണുപ്പ് അവരുടെ ഉള്ളിലെ ഭയത്തെ ഇല്ലാതാക്കി. എല്ലാം മറന്ന് പ്രകൃതിയെ ആസ്വദിക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്, അല്ലേ. അപ്പോൾ അതാണ് ഉത്തരം വരുന്നത്. ആ അവർക്ക് ആദ്യം അണക്കെട്ട് കണ്ടപ്പോൾ പേടി തോന്നിയല്ലേ, പക്ഷെ ആ തണുത്ത വെള്ളം അവരുടെ കാല് തൊടുമ്പോൾ അവർക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു, അല്ലേ. അവരുടെ ഉള്ളിലെ ഭയമെല്ലാം എങ്ങോ ഓടി മറയുന്നത് പോലെ അവർക്ക് തോന്നുന്നു, അല്ലേ. അപ്പോൾ അണക്കെട്ടിന് എന്ത് പോലെയാണ് അവർക്ക് തോന്നുന്നത്? ഒരു അമ്മയെ പോലെയാണ് തോന്നുന്നത്, അല്ലേ. നമുക്കൊരു ഭയം വരുമ്പോൾ എങ്ങനെയാണ്? നമ്മുടെ അമ്മ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ അമ്മ ഒന്ന് കെട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭയമൊക്കെ പോകും. അപ്പം അതുപോലെ തന്നെയാണ് അണക്കെട്ടിൽ ആ വെള്ളം നമ്മുടെ കാലിനെ ഒന്ന് സ്പർശിച്ചപ്പോൾ, അല്ലേ, കാലൊന്ന് തൊട്ടപ്പോൾ ആ അണക്കെട്ടിനോടുള്ള ഭയം, അല്ലേ, ആ ഒരു ഭയമൊക്കെ അവരുടെ ഉള്ളിൽ നിന്ന് ഇല്ലാതായി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കൊടുക്കാം. രണ്ടാമത്തെ ചോദ്യം കൂടിയുണ്ട്. എന്താണ്? ഇതിൽ തന്നെയാണ് രണ്ടാമത്തെ ചോദ്യം. എന്താണ് രണ്ടാമത്തെ ചോദ്യം? ഇടുക്കിയുടെ താജ്മഹൽ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഇടുക്കി പവർ ഹൗസിനെ, ഇടുക്കി ഡാമിനെ, മലനിരകളെ. ഇപ്പോൾ എന്തിനെ പറ്റിയിട്ടാണ്? ഇടുക്കിയുടെ അണക്കെട്ടിനെ പറ്റിയിട്ടാണ്, അല്ലേ. അപ്പോൾ ഇടുക്കിയുടെ താജ്മഹൽ എന്താണ്? മലനിരകളാണോ? അല്ല, അവിടെ പണിതിട്ടുള്ള ഇടുക്കി അണക്കെട്ടിനെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഉത്തരം വരുന്നത്. അടുത്തത് മൂന്നാമത്തെ ആക്ടിവിറ്റി വരുന്നത് ഇതാണ്, കാശ്മീർ കാഴ്ചകൾ. മഞ്ഞിൻ തൊപ്പിയിട്ട മരത്തിൻ്റെ പച്ചയുടുപ്പിട്ട അരുവി കൊണ്ട് അരഞ്ഞാണമിട്ട പൂക്കളാൽ വിരിപ്പെട്ട കാശ്മീരെ നിന്നെ ഞാനും ഉമ്മ വെച്ചോട്ടെ. ഒരു കൂട്ടുകാരി കാശ്മീർ കണ്ട ദിവസം എഴുതിയ ഡയറി കുറിപ്പിലെ വാക്യങ്ങളാണിത്. ഈ കുറിപ്പിൽ കാശ്മീരിൻ്റെ ഒരു ചിത്രം കാണുന്നില്ലേ? കാശ്മീരിനെ ഉമ്മ വയ്ക്കാൻ കുട്ടി ആഗ്രഹിച്ചത് എന്തുകൊണ്ടാകാം? ഇതാ ഇവിടെ കാശ്മീരിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, അല്ലേ. എന്താണ്? നിറയെ മലയൊക്കെ എന്താണ്? മഞ്ഞ് വീണ് മൂടിക്കെടുക്കുകയാണ്, അല്ലേ. ആൾക്കാരൊക്കെ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഉടുപ്പുകളൊക്കെ അണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാശ്മീരും നമുക്ക് എന്താണ്? എല്ലാവർക്കും മഞ്ഞിനെ ഇഷ്ടമാണല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ആ കുട്ടിയും പറയുന്നത്. ആ കുട്ടിക്ക് മഞ്ഞിനെ വളരെയധികം ഇഷ്ടപ്പെട്ടു. നിന്നെ ഞാനൊന്ന് ഉമ്മ വെച്ചോട്ടെ എന്ന് ആ കുട്ടി ചോദിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഉത്തരം നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഉത്തരം നമുക്ക് എന്ത് പറയാം? ഇത് പറയാം. പ്രകൃതി ഭംഗിയാൽ അനുഗ്രഹിക്കപ്പെട്ട നാടാണ് കാശ്മീർ. മഞ്ഞു മൂടി നിൽക്കുന്ന കാശ്മീർ ആരുടെയും മനം കവരും. അവിടുത്തെ കാഴ്ചകൾ നമ്മുടെ ഉള്ളിൽ സന്തോഷം നിറയ്ക്കും. ഇതുകൊണ്ടാണ് കുട്ടി കാശ്മീരിനെ ഉമ്മ വെക്കണമെന്ന് പറയുന്നത്. ഇനി ഡീറ്റെയിൽ ആയിട്ട് എഴുതണം, കുറച്ചുകൂടി കാര്യങ്ങൾ കൂടുതൽ എഴുതണം എന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്തൊക്കെ പറയാം? എന്താണ്? നിറയെ എന്തൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്? മഞ്ഞിൻ തൊപ്പിയിട്ട്, കണ്ടോ, മഞ്ഞിൻ തൊപ്പിയിട്ടാന്ന് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ്? മലകളൊക്കെ തൊപ്പിയിട്ടതുപോലെ അങ്ങനെ മഞ്ഞ് മൂടി നിൽക്കുകയാണ്, അല്ലേ. മരങ്ങൾ പച്ചയുടുപ്പിട്ട മരങ്ങളുണ്ട്, അല്ലേ. ആകെ പച്ചപ്പ് നിറഞ്ഞ് അതിലൊക്കെ മഞ്ഞ് മൂടി കിടക്കുന്ന മരങ്ങളുണ്ട്. പൂവുകൾ, നിറയെ പൂക്കളുണ്ട്, അല്ലേ. പിന്നെ അതുപോലെ തന്നെ എന്താണ്? അരുവികളുമുണ്ട്. അപ്പോൾ ഈ അരുവികളും പൂക്കളും മഞ്ഞ് മൂടി നിൽക്കുന്ന മലകളും മരങ്ങളും ഒക്കെ എന്താണ്? നമ്മളെ എന്താണ്? മനം കവരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ കുട്ടി എന്ത് പറയുന്നത്? അതുകൊണ്ടാണ് ആ കുട്ടി പറയുന്നത് ഞാൻ നിങ്ങളെ ഒന്ന് ഉമ്മ വെച്ചോട്ടെ എന്ന് കാശ്മീരിനോട് ചോദിക്കുന്നത്.
അടുത്തത് എന്താണ്? അടുത്തത് ഇതാണ് പ്രവർത്തനം വരുന്നത്. കഥാപാത്ര നിരൂപണം തയ്യാറാക്കൂ. ശിക്ഷ എന്നാണ് ഇതിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. വായിച്ചു നോക്കാം. ഒരിക്കൽ പിശുക്കനും അത്യാഗ്രഹിയുമായ ഒരു ഉദ്യോഗസ്ഥനെ കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ പട്ടാളക്കാർ പിടികൂടി ന്യായാധിപന്റെ മുമ്പിൽ ഹാജരാക്കി. കാര്യങ്ങൾ കേട്ട ന്യായാധിപൻ അയാളുടെ മുമ്പിൽ 3 ഉപാധികൾ വെച്ചു. ഒന്നുകിൽ ഒരു വലിയ കലം പുളിവെള്ളം കുടിക്കണം, അതല്ലെങ്കിൽ ചാട്ടവാറ് കൊണ്ട് 50 അടി കൊള്ളണം, അതുമല്ലെങ്കിൽ 1000 സ്വർണ്ണ നാണയങ്ങൾ പിഴയായി കൊടുക്കണം. പിശുക്കനായതുകൊണ്ടും പണത്തോട് അത്യധികമായ ആർത്തി ഉള്ളതുകൊണ്ടും സ്വർണ്ണ നാണയങ്ങൾ കൊടുക്കുവാൻ അയാൾ തയ്യാറായില്ല. ഞാൻ പുളിവെള്ളം കുടിച്ചുകൊള്ളാമേ. പക്ഷേ കുറച്ച് പുളിവെള്ളം കുടിച്ചപ്പോഴേക്കും വല്ലാതെ പാരവശ്യം തോന്നിയിട്ട് അയാൾ വിളിച്ചു പറഞ്ഞു, ഞാൻ അടി കൊണ്ടുകൊള്ളാം. പെട്ടെന്ന് തന്നെ പട്ടാളക്കാർ ചാട്ടവാറുമായി എത്തി. ഏതാണ്ട് 10 അടി കൊണ്ടപ്പോഴേക്കും അയാൾ നിലവിളിയോടെ പറഞ്ഞു, എനിക്ക് വേദന സഹിക്കാൻ വയ്യേ, ഞാൻ നിങ്ങൾക്ക് സ്വർണ്ണ നാണയം തന്ന് എൻ്റെ ശിക്ഷ അനുഭവിച്ചോളാം. അപ്പം എന്താണ് കൊടുത്തിട്ടുള്ളത് നോക്കാം നമുക്ക്. ഈ കഥയിലെ കഥാപാത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ, സ്വന്തം അഭിപ്രായങ്ങൾ എന്നിവ ചേർത്ത് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. അല്ലേ, അപ്പം ഇവിടെ ആരെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്? കഥാപാത്രത്തിൻ്റെ പേര് കൊടുത്തിട്ടില്ല അല്ലേ. അപ്പം എന്ത് പറയാം നമുക്ക്? ഇതിലെ കഥാപാത്രം വളരെ പിശുക്കനും അത്യാഗ്രഹിയുമായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഒരു കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ അപ്പോൾ എന്ത് പറയാം നമുക്ക്? ഇതിലെ കഥാപാത്രം പിശുക്കനും അത്യാഗ്രഹിയുമായ ഒരു ഉദ്യോഗസ്ഥനാണ് അല്ലേ. പിന്നെന്താണ്? കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ അദ്ദേഹത്തെ പട്ടാളക്കാർ പിടികൂടി. എന്താണ്? പണത്തിനോട് വലിയ ആർത്തിയായിരുന്നു അയാൾക്ക് അല്ലേ. അപ്പോൾ പിന്നെ എന്ത് പറയാം നമുക്ക്? പണത്തിനോട് അയാൾക്ക് അധികമായ ആർത്തി ഉണ്ടായിരുന്നു എന്ന് പറയാം. അപ്പോൾ ഒന്നിനു വേണ്ടിയും അയാൾ സ്വർണ്ണ നാണയങ്ങൾ കൈവിടാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് താൻ ചെയ്ത തെറ്റിന് പകരമായിട്ട് എന്താണ് പുളിവെള്ളം കുടിക്കാമെന്നും പിന്നീട് എന്താണ് പറയുന്നത്? പിന്നീട് ചാട്ടവാറടി കൊണ്ടോളാമെന്നൊക്കെ പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഈ 2 കാര്യങ്ങളും അല്ലേ. പക്ഷേ പുളിവെള്ളം കുടിക്കാൻ ചാട്ടവാറടികൾ കൊണ്ടുകൊള്ളാമെന്നും പറഞ്ഞത്. പക്ഷേ ഒന്നും സഹിക്കാൻ വയ്യാതെ ആ പുളിവെള്ളം കുടിക്കാനും പറ്റിയില്ല, അതുപോലെ തന്നെ വേദന സഹിക്കാനും പറ്റിയില്ല. അവസാനം എന്തുണ്ടായി? അദ്ദേഹത്തിൻ്റെ ആ ഒരു അത്യാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് എന്താണ് അപ്പോൾ പണത്തിനോട് വലിയ ആർത്തി ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് അയാൾ ശിക്ഷ അനുഭവിക്കാൻ തയ്യാറാവുന്നു. പക്ഷേ ഒരു ശിക്ഷയും അദ്ദേഹത്തിന് ഒരു പരിധി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ കയ്യിൽ സ്വർണ്ണ നാണയം കൈവിടാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല, ആർത്തിയായിരുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അയാൾക്ക് ഇത്രയധികം ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്താൽ മതിയായിരുന്നു അല്ലേ. ഒന്നെങ്കിൽ സ്വർണ്ണ നാണയം ആദ്യം കൊടുത്തു കഴിഞ്ഞാൽ ഈ പുളിവെള്ളം കുടിക്കേണ്ടിയിരുന്നില്ല, അതുപോലെ തന്നെ ഈ അടിയും വാങ്ങണ്ടായിരുന്നു. പക്ഷെ അത് കൈവിടാൻ അദ്ദേഹത്തിന് മനസ്സുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ 3 ശിക്ഷയും അയാൾക്ക് അനുഭവിക്കേണ്ടി വരുന്നു. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്ത് പറയാം? അത്യാർത്തി എപ്പോഴും ആപത്തിലേക്ക് നയിക്കുമെന്ന് നമുക്ക് പറയാം അല്ലേ. നമുക്ക് തെറ്റായ വഴിയിൽ കൂടെ ഒരിക്കലും നമ്മൾ ഒരു കാര്യവും സമ്പാദിക്കാൻ ശ്രമിക്കരുത്. അതിൻ്റെ ശിക്ഷ നമുക്ക് എന്തായാലും അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് കഥാപാത്ര നിരൂപണം ഇങ്ങനെ എഴുതാം. അടുത്തത് കാർട്ടൂൺ വിശകലനമാണ്. നമുക്ക് നോക്കാം. താഴെ കൊടുത്ത കാർട്ടൂൺ ആസ്വദിക്കൂ. എന്താ എഴുതിയിട്ടുള്ളത്? പാളവണ്ടി റെഡി, കയറിയിരുന്ന് മുറുകെ പിടിച്ചോളിൻ. ചേച്ചി എന്താ പറയുന്ന ഉണ്ണികളോട്? പാളവണ്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്, വേഗം കയറിയിരുന്നോ എന്ന് പറയുന്നുണ്ട് അല്ലേ. മുറുക്കെ പിടിച്ചിരുന്നോ എന്ന് പറയുന്നുണ്ട്. പിന്നെന്താ? അപ്പോൾ ചേച്ചിയോട് എന്താ പറയുന്നത്? ആഞ്ഞു വലിച്ചോളൂ ചേച്ചിയെ, ഞങ്ങൾ മുറുക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഉണ്ണികൾ എന്താ പറയണേ? അവർ 2 പേരും കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് അല്ലേ. എന്നിട്ട് ആ ചേച്ചിയോട് പറയണം, ആഞ്ഞു വലിച്ചോ, ഞങ്ങൾ മുറുകെ പിടിച്ചിട്ടുണ്ട് എന്ന്. ചേച്ചി എന്തുമേ പിടിക്കാൻ പറയുന്നത്? ചേച്ചി പിടിക്കാൻ പറയുന്നത് പാളയുടെ മുകളിലാണ്. അവർ കുഞ്ഞുങ്ങളാണല്ലേ. അപ്പോൾ അവരെന്താ വിചാരിച്ചേ? അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ചിട്ടിരിക്കാനാണ്, മുറുക്കെ പിടിച്ചിട്ടിരിക്കാനാണ് എന്ന് വിചാരിച്ചിട്ട് അവരങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ചോദ്യം നോക്കാം നമുക്ക്. കാർട്ടൂണിൽ നമ്മെ ചിരിപ്പിച്ചതും ചിന്തിപ്പിച്ചതുമായ കാര്യങ്ങൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. എന്താണ് നിങ്ങളെ ചിരിപ്പിച്ചത്? ചേച്ചി പറയുന്നത് എന്താണ്? ചേച്ചി പറയുന്നത് പാളയിൽ പിടിക്കാനാണ്. പക്ഷേ ഉണ്ണികൾക്ക് മനസ്സിലായത് മുറുകെ കെട്ടിപ്പിടിക്കാനാണെന്നാണ് അവർക്ക് തോന്നിയത്. അപ്പോൾ അതാണ് നമ്മളെ ചിരിപ്പിച്ച കാര്യം. ഇനി ചിന്തിപ്പിച്ച കാര്യം എന്താണ്? നിങ്ങളൊന്ന് ആലോചിച്ച്
നോക്കിയേ, നിങ്ങളിപ്പോൾ ഈ ഒരു പ്രായത്തിൽ തന്നെ നിങ്ങൾ മറ്റൊരാളോട് ഒരു കാര്യം പറയുകയാണ് അല്ലേ, ആ കാര്യം ചിലപ്പോൾ അയാൾക്ക് അതേ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. നിങ്ങൾ പറയണത് ഒരു കാര്യമായിരിക്കും, പക്ഷെ മറ്റൊരാൾക്ക് മനസ്സിലാവുന്നത് അത് മറ്റൊരു രീതിയിലായിരിക്കും. അപ്പോൾ നിങ്ങൾ കുട്ടികളാണ്, നിങ്ങളുടെ ഇടയിൽ തന്നെ ചിലപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇതേപോലെയുള്ള ആശയവിനിമയത്തിലുള്ള അപാകതകൾ പല സ്ഥലത്തും പല സ്ഥലത്തും ഉണ്ടാവുക അല്ലേ, അത് വലിയ വലിയ തെറ്റിദ്ധാരണകൾക്കും ഒക്കെ കാരണമാവുമെന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് പറയാം, ഇതിൻ്റെ വിശകലനം ചെയ്യാം. ഇത് എ ആണ്. ഇതിൽ ബി ക്വസ്റ്റ്യൻ നോക്കാം. അർത്ഥം മനസ്സിലാക്കി മാറ്റി എഴുതുക. പാളവണ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? പാള കൊണ്ടുള്ള വണ്ടി. കളിവണ്ടി എന്ന് പറഞ്ഞാലോ കളിക്കാനുള്ള വണ്ടി അല്ലേ. അപ്പോൾ അങ്ങനെ എഴുതാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വീഡിയോ വരുന്നത്. ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക്